ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് എൻ്റെ പാച്ചുവിനെ കിട്ടിയ ഗിഫ്റ്റ്സ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ കിട്ടിയെന്ന് നോക്കിയാലോ. അങ്ങനെ ആദ്യത്തെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങനെ കാണിക്കേ. ഇങ്ങനെ സൂപ്പർ. അങ്ങനെ ആദ്യത്തെ ഗിഫ്റ്റ് അൺബോക്സ് ഞാൻ വാങ്ങിയത്. എനിക്കറിയത്തില്ല, ഞാൻ പൊട്ടിച്ച് നോക്കിയില്ല. അവന്റെ വീടും എല്ലാം കൂടി 2000. വീടല്ല, ഇരിക്കുക. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ പാച്ചുവിന്? ഇഷ്ടപ്പെട്ടോ? കൊച്ചിനെ എടുത്തിക്കേ. ഇത് ഉദ്ഘാടനം അങ്ങ് ചെയ്തേക്കാം. ഇതുണ്ട്, ബോൾ ഇടാനായിട്ട് ഇതുണ്ട്. ഇതുണ്ടോ? അതിന് വീട്ടുകാർക്ക് കളിക്കാനുള്ളതല്ല, കൊച്ചിന് കളിക്കാനുള്ളതാണ്. ഇപ്പോഴേ പറഞ്ഞേക്കാം. ഹായ്, ബോൾസ് ആണ്. ഇഷ്ടപ്പെട്ടോ? പൊന്നെ അതിനകത്തോട്ട് ഇങ്ങനെ ഇട് പൊന്നെ. ഇതുണ്ട് ഇങ്ങനെ. അങ്ങനെ അത് ഓണത്തിനുള്ളതാണ്. അത് ഇത് ജുബായ് മുണ്ടും. പിന്നെ ഇതെന്റെതാ ജുബായ് മുണ്ടും. ലോണല്ല, സേവിങ്ങോ. നല്ലല്ലേ? പിന്നെ അടിപൊളി. ഇനിയുണ്ട്. അത് വേറെ കവറിൽ കയറി വന്നു. ബോൾ ഇട്ട് കൊടുക്ക്. വലുതാ പാന്റ് ആയിട്ടാന്ന് തോന്നുന്നു. ഇനി ആ ഡ്യൂപ്ലിക്കേറ്റ് പഴയതെല്ലാം കൂടെ ഒന്ന് മാറ്റണം. പഴയതൊക്കെ കുറെ കൈ അതിലേ പോകുന്നു. പിങ്ക് ചേച്ചി ഇവിടെ ഇരിക്കേച്ചി. പിങ്ക് എടുത്ത് കത്തിച്ചോണം. അത് പേരൊന്നും എഴുതിട്ടില്ലല്ലേ? ഇതിലിങ്ങനെ അതാ അങ്ങനെ ഇട്ട് കളിക്കടാ. നിനക്കൊരു വീട് വെച്ചതില്ലേ? അതൊന്നും അറിയത്തില്ല, പേരൊന്നുമില്ല. നല്ല ഡ്രസ്സ് കാണിച്ചപ്പോ ഡ്രസ്സ് നമ്മളിവിടെ ഉള്ളവരെയൊക്കെയല്ലേ വിളിച്ചു. പേരെഴുതിട്ടുണ്ടോ? അതിനകത്ത് നോക്കുന്നുണ്ട്. ഇത് വേറെ അവൻ അങ്ങനെ ഇരുത്തിയത് കൊണ്ടാ. ഇങ്ങോട്ട് ഇരുത്തിക്കേ സബി. പൊന്നെ, നീ എടുത്ത് എറിയില്ലടാ. വന്നിട്ട് അവൻ 5 മിനിറ്റ് ഞാൻ നോക്കുമായിരുന്നു. അവൻ ഇരുന്നിട്ടില്ല. രാവിലെ അതാരാ അപ്പൊ മേടിച്ചേ? ആ മുണ്ടും ജുബയും ഓണത്തിന് എടുപ്പിക്കും. അത് ഭയങ്കര വലിയതാണോ മുണ്ട്? മുണ്ടല്ലേ? ജുബ വലുതല്ലേ? ഏത് സാറാ? വലിയ നോക്കിയതൊക്കെ ഒരു സൈഡോട്ട് മാത്രം.
നോക്കി കഴിഞ്ഞിട്ട് അടുത്തെടുക്കാം. അടുത്തെടുക്കാം. ഇത് കണ്ടോ? എല്ലാം മിക്സ് ആക്കി. നല്ല എടുത്തെടുത്ത്. ഇനി അടുത്തത് അമ്മു. സൂപ്പർ സൂപ്പർ പാന്റിന് എല്ലാം കോർസെറ്റ് ടൈപ്പ് അല്ലേ? നല്ല ഉടുപ്പ്. വീഡിയോ കോൾ ഇനി പാച്ചിന് 3-4 വർഷത്തേക്ക് എടുക്കണ്ടല്ലോ ഡ്രസ്സ്. ഇതൊക്കെ വലുതാ. ഇതൊക്കെ അവൻ ഇപ്പൊ 2 മാസം കഴിയുമ്പോ ഇതൊന്നും ആണ് 3-4 വർഷത്തേക്ക് അത് കുറെ ഉടുപ്പുണ്ട്. ഒന്നും പേരൊന്നും എഴുതിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആരെയാ ഇന്നർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പോന്ന് അയ്യോ നേരെ വെച്ചേ. ബലമില്ലല്ലേ, ചുമ്മാ ഇത് വേരമച്ചിയാ. പേരമച്ചിയാ. ഇത് വേരമച്ചിയാ. ആ ഫുൾ കൈ ആദ്യം. അത് നല്ല കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സ്കൂളിൽ പോകുമ്പോയില്ല. പൊന്നെ പൊന്നെ അടിച്ചു കളയുന്നു മിക്കവാറും പോയി. വള്ളി കിട്ടിയ അംഗനവാടി പോകുമ്പോഴാ. ചേർച്ചില്ലാതിരുന്ന വലിയ നല്ല മനസ്സിനുണ്ട് കൊടുക്കണം കേട്ടോ. ശരണ്യ മോഹൻ ഇതാണ് വേരമച്ചി തന്നു. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു വേരമച്ചിയുടെ. ശരണ്യ മോഹൻ അന്നാസിനെല്ലാം നോട്ടം ഇട്ടിട്ട് പോയതാ. അലസിനൊക്കെ വലിയ സൈസൊക്കെ കൊടുക്കണേ. കൊടുക്കണമെന്ന് പറയായിരുന്നു. എടാ എന്റെ കുഞ്ഞെ നേരെ ഈജിയണം. അവന് കിട്ടി കാണുമായിരിക്കും അല്ലേ ഫസ്റ്റ് ബർത്ത്ഡേ? ഇത് എണ്ണ നാളെ ചെയ്യുന്നത്, അത് പൊട്ടിച്ച് കളയല്ലേ ഇപ്പൊ തന്നെ വരും. എന്റെ പൊന്നു മോനെ, നീ എടുത്ത് വെച്ചോ, വലുതാകുമ്പോ നിനക്ക് കാണാം. അവന്റെ മതിലില്ല പരിപാടി. ഇങ്ങോട്ട് വാ, നീ ബോൾ ഇങ്ങോട്ട് ഇട്ട പൊന്നെ. പൊന്നെ ഇതുണ്ടോ ഇതുണ്ടോ ഇതുണ്ടോ? എല്ലാം ജീൻസിന്റെ തോന്നല്ലേ. ഇത് കൊള്ളാം. ഇത് ട്രെൻസിലിയാ. ട്രെൻസിലിയാ. അതാ രസം. ഫ്രണ്ട്സിലാണോ? ട്രെൻസിലിയാ. എല്ലാം നല്ല ബ്ലാക്ക് ടീം. അതില് കൊറേ കവർ എടുത്ത് അപ്പ എടുത്തോണ്ട് ഓടുന്ന കണ്ട്. ആ പാക്കേജ് പുറകിലുള്ള കവറില്ലേ, ആ അതുകൊണ്ട് ട്രെൻഡ്സിലാണോ നമുക്ക് പറയാം. അല്ല ഇതിന്റെ ഇത് ഇതെന്നാ ഇതെന്നാ? ഓ ഓ ആണ്ട്രാ. ഇങ്ങോട്ടിട്ടേ താത്ത. ഇങ്ങോട്ടിട്ടേ. ഈ താത്തമ്മയെ കാണുമ്പോ എനിക്ക് രേണുസുദ്ദീന് ഓർമ്മ വരും. എന്റെ പൊന്നു താത്തമ്മേ, ഇത് കണ്ടുമില്ലേ, കണ്ടില്ലാത്ത നിങ്ങളെന്നാ പറയാന്. അങ്ങനെ ബിഗ് ബോസിനെ പറ്റി സംസാരം. അയ്യോ ഇന്ന് ബിഗ് ബോസ് ആരും കണ്ടില്ലല്ലോ. ഇതാര് പേരില്ലല്ലേ? ഞാൻ ശ്രദ്ധിച്ച കവറിക്കാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് കൊറേയൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. അതാണ് പേരമ്മച്ചി മറ്റവരെന്നൊക്കെ പറഞ്ഞത്. അല്ലല്ലേ. അങ്ങോട്ട് ഇട്ടേ ചേച്ചി. അമ്മ ഏതാ ശ്വാസം വലിക്കുന്ന ഏതാണ് പാവം മേടിച്ചോ? അത് പണ്ട് മേടിച്ചു കൊടുത്തു. അതാ ആ നീല. ഞങ്ങളത് ഇത് അമ്മു ഇത് ഇത് ചെയ്. ഇത് കൊച്ചുമച്ചൻ ഉണ്ണിയെന്നോ? ഇവര് പിന്നെ ഇറക്കണ്ട. അച്ഛനൊക്കെ ഉണ്ണിയെന്നോ? സോറി ചേച്ചി സോറി. ആ കവന് കൊടുക്കോ അനസിന്. ഇവൻ വലുതാവൂലോ. അതെ വലിയ ഇടാം. അതെ എല്ലാ വർഷവും കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ഓരോരോ പാച്ചുവേ പാച്ചുവേ. നീ അടുത്തത് കാണിച്ചോ. മാമിയുടെ ഏത് മാമി? അത് നല്ല ഉടുപ്പാ കേട്ടോ. എടാ പൊന്നു മോനെ, ഇതിന് ഞാൻ മതിലൊന്നും കെട്ടിയല്ലേ നിനക്ക് തന്നത്. ഇത് വീഴും നീ. വേദന എടുക്കത്തില്ലായിരിക്കും അല്ലേ? തറയിലല്ലേ അവന് സ്പോഞ്ച് എന്തെങ്കിലും ഇട്ടാലോ ചേച്ചി? മീൻസ് ബെഡ്ഷീറ്റ് എന്തെങ്കിലും ഉണ്ടോ? സ്പോഞ്ച് ഉള്ളത് ഇട്ടിട്ട് ഇത് തന്നെ രണ്ടെണ്ണം കിട്ടി. അല്ലല്ല രണ്ട് സെയിം സെയിം തന്നെ. ആ പച്ചയും ഈ പച്ചയും. ചൂടാക്കി
ഇതൊക്കെ വെച്ചിട്ട് കണ്ടോണ്ടിരിക്കാനല്ലേ, അല്ലാണ്ട് ഒന്നിനും അല്ലല്ലോ. പൊന്നെ ഉറപ്പ് പോയി, നാളെ ക്ലാസ്സിന് പോകണ്ടല്ലേ? ഇനി ഇറങ്ങിക്കോളി. ചോറ് വേണോ? വേണമെങ്കിൽ പോയി ഡ്രസ്സ് മാറിട്ട് പോയി കിടന്നു. എപ്പോഴാ പോയി പോകട്ടെ? നാളെ 7 മണി പോകും. അമ്മ എല്ലാവരും വിളിച്ചിട്ട് വെച്ചിട്ട് അമ്മ വിളിക്കോ? എന്നാ ആരാ പോത്? ഞാൻ എഴുന്നേറ്റോളാം. ആരാണ് വിളിച്ചിട്ട് എന്നെ വിളിക്കുക? ഞാൻ അമ്മ ഞാൻ കല്യാണം പറ്റി എഴുതിപ്പിക്കാനാ പറയാൻ അഭിജിത്ത് എത്ര മണിക്ക് എഴുന്നേക്കുന്നത്? ഞാൻ രാവിലെ എണീക്കും. എനിക്ക് 6:15 ട്രെയിൻ. അപ്പൊ ഞാൻ അല്ല അതിന് പോകുന്നില്ല. 6:15 ട്രെയിൻ. അപ്പൊ ഞാൻ ഒരു 5:30 പോവാണോ? പോവാൻ നേരം അത് കൊള്ളാം. ഇതാണോ ചേച്ചിന്? ഇതാ ചേച്ചിന്. ചേച്ചി വിളിച്ചോ? ഇതാണ് ചേച്ചി മേടിച്ചേ. നല്ല അങ്ങനെ ഞാൻ ഗോകുൽ ചേട്ടൻ മേടിച്ച ഗിഫ്റ്റാണ്. ഇത് പാടോ? ആ ഞാനാ മേടിച്ചേ. ആരാത് എടുത്ത് കളയുന്നേ? അതിനാ ഓടിയത് എന്റെ ബ്ലോഗിൽ നിന്ന്. ഇത് വ്ളോഗുകാരിയാ. യോ പൊന്നെ വീഴുവടാ. എടുത്തോണ്ട് വരുന്ന ഇവിടെ കിടക്കും നോക്കിയിട്ട്. എന്നിട്ട് ആര് വിളിക്കും എന്നെ? ആണ് പോകുന്നത്. ഞാനിവിടെ കിടക്കുന്നത്. ഇന്ന് പൊക്ക് തുറക്കാൻ രാവിലെ എഴുന്നേക്കുമെങ്കിൽ എന്നിട്ട് ആര് രാവിലെ വിളിക്കും? ഞാൻ വിളിക്കാം. എന്നെ ഫോൺ വിളിക്കൂ. ഞാൻ എണ്ണി കിടക്കാം. അഞ്ചിട്ട് കേൾക്കണോ? അത് നല്ല തീരുമാനം. ഞങ്ങള് പോവാ. ഇവിടെ അപ്പം ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഉണ്ട്. പോട്ടെ അങ്ങോട്ട്. ബാക്കി ഗിഫ്റ്റ് ഒക്കെ തരാം. എടുക്കാൻ പോകാൻ ചോദിച്ചിട്ടേ അപ്പൊ ഓഫ് ചെയ്താണ്. അങ്ങോട്ട് മറിഞ്ഞു വീഴും. ദേ 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 കവർ മാറ്റില്ല. ഇല്ല ഒറ്റ സെറ്റ് ഇങ്ങനെ വെച്ച് പാക്ക് ചെയ്യാനോ? ഇങ്ങനെ തന്നെ പാക്ക് ചെയ്യാനാണോ? അപ്പൊ ചുന്ദരമണി ഒങ്ങണ്ട നിനക്ക് നിനക്ക് ഒങ്ങണ്ടേ വേണ്ടേ? പാക്ക് ചെയ്തോ? ചുമ്മാ പാക്ക് ചെയ്യണോ? കാണിച്ചോ? ഇല്ല. ആരെ കാണിക്കാം? വീഡിയോ ഇല്ല. ഇത് പേരായിട്ട് വരും. അപ്പൊ മടക്കെടുത്തിട്ടെണ്ണം ഉണ്ട്. അപ്പൊ മടക്കേ ഓ ഇത് കണ്ടോ? ഇത് വേറെ എല്ലാം ഒരു ഏകദേശം സെയിം കളറ്. എല്ലാം തുണി അപ്പൊ ഇവിടെ താഴോട്ട് വെക്കാവേ. അയ്യോ ആ അതെ ആരാ പ്രലീഷേട്ടനാ ചിലപ്പോ നിക്കർ ചിലപ്പോ പെട്ടെന്ന് ചുരുക്കം വരും പെട്ടെന്ന്. അത് വന്നു അടിപൊളിയായിരുന്നു. അതെ. അതൊരു മികച്ച തീരുമാനമായിരുന്നു. എന്തായാലും പുതിയ ഡ്രസ്സുകൾ കിട്ടുമെന്ന് അറിയാം. അത് കാരണം അവര് മുൻകൂട്ടി ഒന്ന് വീട്ടിരുന്ന ആരോ ഒന്ന് രണ്ട് പാൻറ് സെറ്റ് പാൻറ് ആണ്. 5 പാൻറ്റും 5 ബനിയനും.
ഇനി എല്ലാ വീഡിയോയിലും ഈ ഇടി വരുന്ന വീഡിയോ അതെ ഇതിനകത്ത് പേരുണ്ട്. ഇനി അവൻ നിക്കറില്ലല്ലേ പാൻറ്റില്ല രാധമ്മ കുഞ്ഞച്ചൻ. ഏതാ? ചേച്ചി അടുക്കള വെച്ച് തോന്നിയെടുത്തു ആ സൂപ്പർ സൂപ്പർ ആ നല്ല കളറാ. ഈ ആമ്പിള്ളേർക്ക് ഇങ്ങനെ അധികം ഇതെടുക്കാൻ പറ്റും. വേറെ ഷെയ്ഡ് ഇല്ല. അതുകൊണ്ട് വേറെ ഷെയ്ഡ് ഷോപ്പിൽ പോയാൽ ആരാന്ന് പറയാൻ പറ്റത്തില്ല ഇത് തന്നെ കണ്ടാണ് എനിക്ക്. പിള്ളേരെ ഇതിന്റെ പേരായിട്ട് അടുത്ത പെൺകൊച്ച്. അല്ല നിക്കറാ അടുത്ത പെങ്കൊച്ച്. അടുത്ത ടീംസ് അടുത്ത പെങ്കൊച്ച് ഞാൻ പെങ്കൊച്ച് വേണ്ട കേട്ടോ, റിലേഷന് ഇപ്പഴേ ബുക്ക് ചെയ്ത് നിൽക്കണം. ഇതേണ്ട കാറും ബൈക്കൊക്കെ കാണിച്ചു അതെ. ഞങ്ങളെ വളർത്തോണ്ട് പോകും എനിക്ക് 2 പെമ്പിള്ളേരാണെന്ന് പറഞ്ഞേക്ക. റിലീഷ് അവർക്ക് 3 ആൺകുട്ടികളാണേ. നിങ്ങൾക്ക് പിള്ളേരുണ്ടായിട്ട് ബൈക്കൊക്കെ നല്ല കാണിച്ചു രസമുണ്ട്. അയ്യോ മടുത്ത് അപ്പൊ ഒരു ഡ്രസ് തന്നെ സെയിം ആയിട്ട് വേറെ വന്നിട്ടുണ്ട്. പോവാം പോവാം നമുക്ക് പോവാം ടൈമായി അലാറം അടിച്ച് ആണോ? സമയായ? കൊച്ചിന് സമയം ആ സെയിം സെയിം. പ്രിന്റ് വേറെയാ ആ കളർ ഇച്ചിരി ഉണ്ടാവും. ഇതാണ് എല്ലാ പിള്ളേർക്കും JCB ആണ് ഇഷ്ടം. എല്ലാ ഞങ്ങളുടെ ചേട്ടന്റെ പിള്ളേർക്കും അത് JCB. എത്ര എണ്ണാന്ന് അറിയോ? ഇത്ര ഉള്ളോ? ആയി ഇഷ്ടപ്പെട്ടു. അയ്യോ എന്നാടാ കുഞ്ഞത്? എന്നാ അത്? ഓ ഇതാരാണോ വണ്ടി മേടിച്ചത്? ആരൊക്കെ വണ്ടി? അപ്പിടാ. പൊന്നെ ഇത് കണ്ടോ? പൊന്നെ അവന് ഇരിക്കാൻ ചേച്ചി നേരെ വരുന്നു. നാളെ പകല് കിടന്ന് ഇതുണ്ടോ ഉറങ്ങിക്കോളും. പാച്ചു? പകല് കിടന്ന് ഉറങ്ങിക്കോളും നാളെ. കഴിഞ്ഞല്ലേ ചേച്ചി? കഴിഞ്ഞില്ലേ? ഇത്രയല്ലേ ഉള്ളൂ? അപ്പൊ ഗിഫ്റ്റ്സ് ഇത്രയല്ലേ ഉള്ളൂ? ഇനി കണ്ടോ അമ്മു? ഇനി കണ്ടോ? ആ റൂമിൽ നോക്കിക്കേ. അത് ഈ ബാഗ് ഇതിന്റെയാ. എന്നെ സപ്പോർട്ട് കൊടുക്കേണ്ട വരും, ഇല്ലെങ്കിൽ അത് മറിഞ്ഞു വീഴും. എന്തെങ്കിലും സപ്പോർട്ട്. 2 വയസ്സ് വരെ ഇനി ഉടുപ്പൊന്നും മേടിക്കണ്ട. അതറിയാമോ? ഏത് ഉടുപ്പ? അതെടുത്തു അടുത്ത്. ഇതറിയാ പേരില്ലല്ലേ? ചേച്ചി ഇരിക്കും ചേച്ചി. ഇല്ല ഞാൻ കാണിക്കും ഇങ്ങോട്ട് വ്ളോഗില്. ഞാൻ വ്ളോഗിൽ കാണിക്കും. ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കും. ഞാൻ ഇങ്ങനെ എടുത്തോളാം. ഇല്ല എടുക്കുന്നില്ല. എന്നാ ഞാൻ എടുക്കുവേ. ഷോ ആണെങ്കിൽ പുറകെ നടത്ത് എടുക്കുന്നേ. അമ്മു ഗിഫ്റ്റ് കവറിലെ പേരില്ല. അങ്ങനെ ആരുമില്ല. ഇത് അതുകൊണ്ട് നമുക്ക് പറയാനും പറ്റത്തില്ല. എന്നാ പറയാം, ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി എടുക്കാന്നേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ ഞാൻ ഇതും വണ്ടിയൊക്കെ ആണെങ്കിൽ പിന്നെ എനിക്കറിയാം ആരൊക്കെ മേടിച്ചു. ചേച്ചി വേറെ ഒരു റിങ്ങിന്റെ ഇതിരിപ്പുണ്ടായിരുന്നു, അതാരായിരുന്നു? ഗോൾഡ് റിങ് 4 മോതിരം കിട്ടിയോ? ആരാ ആരാ? ഉദയമാമി.
വണ്ടി മേടിച്ചോ? ആ വണ്ടിയൊക്കെ അവന്റെ വീട്ടിലോട്ട് ഇട്ടേര്, അവൻ അവിടെ നിന്ന് ഓടിച്ചോളൂ. ചേച്ചി ആ സെറ്റ് വേറെ ഉണ്ട്. എന്റെ പൊന്നെ ഇങ്ങനെ ഇട്. ആ അങ്ങനെ ഇട്ടാടാ. അങ്ങനെ പാച്ചുവിനെ കിട്ടിയത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ അന്ന് വൈകിട്ട് തന്നെ ബർത്ത്ഡേ അന്ന് നൈറ്റ് തന്നെ നമ്മളെല്ലാം അൺബോക്സ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.